ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഭരണഘടനയുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഭരണഘടനയിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമായ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പഠിച്ചേക്കാം. റിവിഷനായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും വളരെ വിശദമായിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടാതെ റാങ്ക് ഫയലിലെയും SCERT-യിലെയും PSC ബുള്ളറ്റിനിലെയും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഓരോ മാർക്കും വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷയെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നമുക്ക് വേഗം പോയിന്റുകളിലേക്ക് പോകാം. ഓക്കെ, ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയെയാണ് ഭരണഘടന എന്നറിയപ്പെടുന്നത്. ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഭരണഘടന ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ട്, അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ട്. ലോകത്തിൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഇവയെല്ലാം ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. ലോകത്ത് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടൻ, ഇസ്രയേൽ, ന്യൂസിലാൻഡ്. ഇവയെല്ലാം ലോകത്ത് അലിഖിത ഭരണഘടനയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. ഇത് കൃത്യമായും ഓർത്തു വെക്കുക. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മൗലിക അവകാശങ്ങൾ പറയുന്നതിന് മുമ്പേ ഭരണഘടനയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട 1-2 പോയിന്റുകൾ കൂടെ പറഞ്ഞ് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമായ മൗലിക അവകാശങ്ങളിലേക്ക് പോകാം. ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ദിവസം ചോദിച്ചാൽ 1949 നവംബർ 26. 1949 നവംബർ 26-നാണ് ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമായ മൗലിക അവകാശങ്ങൾ എന്ന ഭാഗത്തേക്ക് പോകാം. എന്തുകൊണ്ടാണ് ചില അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പൗരന്റെ ചില അവകാശങ്ങൾ മാത്രം മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളാണ് മൗലികാവകാശ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ലംഘനത്തിനിരയായ വ്യക്തിക്ക് നേരിട്ട് ഏറ്റവും ഉന്നത കോടതിയിൽ പോകുവാനും നീതി നേടിയെടുക്കാനും ഉള്ള അവകാശം ഉണ്ടായിരിക്കും എന്നതാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പോയിന്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഇനി നമുക്ക് നോക്കാം, ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഭരണഘടനയിൽ ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ വരുമ്പോൾ 22 ഭാഗങ്ങളായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 25 ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ്. പാർട്ട് 3 ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 പല പേരിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാർട്ട് 3-ആണ്. ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാഗം 3-ആണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്ന വിശേഷണമുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം 3-ആണ്. എന്തൊക്കെയാണത്? ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്നാ കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം ഏത്? ഉത്തരം ഭാഗം 3. ഈ ഭാഗത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 12 മുതൽ 35 വരെ. ഈ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്.
അടുത്തതായി നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്ക. അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അതായത് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെങ്കിൽ ഏതൊരു വ്യക്തിക്കും നേരിട്ട് ഏറ്റവും ഉയർന്ന കോടതിയായ സുപ്രീം കോടതിയിൽ പോകുവാനും നീതി നേടിയെടുക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കും. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം എന്നറിയപ്പെടുന്നത് റിട്ടുകളാണ്. റിട്ടുകളെയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം എന്ന് അറിയപ്പെടുന്നത്. റിട്ടുകൾ 5 വിധത്തിലാണ്. നമുക്ക് ഈ ആർട്ടിക്കിൾസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും റിട്ടുകളും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ആർട്ടിക്കിൾ എത്തുന്ന സമയത്ത് നമുക്കത് വിശദമായിട്ട് പഠിക്കാം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം റിട്ടുകളെ കുറിച്ചുള്ള പോയിന്റുകൾ സെക്കൻഡ് പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിട്ടുകളെ കുറിച്ച് അറിയാൻ നിർബന്ധമായും ഇതിൻ്റെ 2ാം ഭാഗം കാണാൻ ശ്രമിക്കുക. ഇനി അടുത്ത പോയിന്റ് പറയാം. മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണ്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മാത്രമേ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അവകാശമുള്ളൂ. അതും ഏത് സാഹചര്യത്തിൽ? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മാത്രമേ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്കുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭാഗം 3ലാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. എങ്ങനെ ഇതിന്റെ നാൾവഴികൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ MA അൻസാരി. 1927 മദ്രാസിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അൻസാരിയായിരുന്നു. ഇതിലാണ് മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത്. 1928 അവകാശ പത്രിക വേണമെന്ന് ആവശ്യമുന്നയിച്ച കമ്മിറ്റിയാണ് മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. 1928 അവകാശ പത്രിക വേണം എന്ന് മോത്തിലാൽ നെഹ്റു കമ്മിറ്റി ആവശ്യപ്പെടുന്നു. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയത്. ആ സമയത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത്. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1931 സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായിരുന്ന കറാച്ചിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം. ഇനി നമുക്ക് നോക്കാം. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 7. മൗലിക അവകാശങ്ങളുടെ എണ്ണം 7 എപ്പോൾ? ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ മൗലിക അവകാശങ്ങൾ 6 മാത്രമേ ഉള്ളൂ. നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 6. അത് 44ാം അമെൻമെന്റിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. അങ്ങനെയാണ് 6 മൗലിക അവകാശങ്ങൾ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. ശരിയോ തെറ്റോ? ഉത്തരം ശരിയാണ്. എന്നാൽ നിലവിൽ സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണോ? അല്ല, ഒരു നിയമാവകാശമാണ്. ഒരു ഭരണഘടനാപരമായ അവകാശം എന്നുകൂടെ വരുന്നുണ്ട്. നിലവിൽ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഒത്തിരി തവണ PSC ചോദിച്ചതാണ്. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയത്. അല്ലെങ്കിൽ സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി
44-ാം ഭരണഘടനാ ഭേദഗതിയാണ് 1978. എന്നാൽ 1978 ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1978. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 44-ാം ഭരണഘടനാ ഭേദഗതി 1978 44-ാം ഭരണഘടനാ ഭേദഗതിയുടെ വർഷം ചോദിച്ചാൽ 1978. പക്ഷെ അവിടെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തി, ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി ചോദിക്കുകയാണെങ്കിൽ 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് ഏതു വർഷം എന്ന് ചോദിച്ചാൽ 1979. സ്വത്തവകാശത്തെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏതു ഭാഗത്താണ്? 12-ാം ഭാഗം. സ്വത്തവകാശത്തെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 12-ാം ഭാഗം ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A-യിലാണ് ഇപ്പോൾ സ്വത്തവകാശം നിയമപരമായ അവകാശമായി ഭരണഘടനയിൽ നിലനിൽക്കുന്നത്. സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? അതായത് സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്ന സമയത്ത് സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ 31 ആയിരുന്നു. നിലവിൽ അത് ആർട്ടിക്കിൾ 300A-യിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ആർട്ടിക്കിൾസ് ഒക്കെ പഠിച്ചങ്ങ് പോയേക്കാം. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ നിർവചനം. ആർട്ടിക്കിൾ 12 പ്രതിപാദിക്കുന്നത് സ്റ്റേറ്റിന്റെ നിർവചനമാണ്. കേന്ദ്ര മന്ത്രിസഭയും പാർലമെന്റും സംസ്ഥാന മന്ത്രിസഭയും നിയമസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നതാണ് രാഷ്ട്രം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 12. സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 12 പ്രകാരം സംസ്ഥാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും സ്റ്റേറ്റിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുവെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ പുനഃപരിശോധന. ആർട്ടിക്കിൾ 13 പ്രതിപാദിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ്. അതെന്താണെന്ന് പറയാം. പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങളോ സർക്കാരിന്റെ ഉത്തരവുകളോ മൗലിക അവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ അവയെ അസാധുവാക്കുവാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും സംബന്ധിച്ച വിഷയത്തിന് കോടതിക്ക് നീതിന്യായ പുനഃപരിശോധന അധികാരം ഉപയോഗിക്കാം എന്ന് വ്യക്തമാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സമത്വത്തിനുള്ള അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് 14 മുതൽ 18 വരെയാണ്. ആദ്യം നമുക്ക് ആർട്ടിക്കിൾ 14 കുറിച്ച് നോക്കാം. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്ന് ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14 അനുച്ഛേദം 14 പറയുന്നത് നിയമസമത്വം എന്താണ്? ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കില്ല എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 14. തുല്യ നിയമ സംരക്ഷണം. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരെയും ഒരുപോലെ സംരക്ഷിക്കും എന്നും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. എന്തൊക്കെയാണ്? നിയമസമത്വം, തുല്യ നിയമ സംരക്ഷണം, ഇവയെല്ലാം ആർട്ടിക്കിൾ 14 പ്രതിപാദിക്കുന്നത്. ഭരണഘടനയിലെ 14-ാം വകുപ്പ് പ്രതിപാദിക്കുന്നത് എന്താണെന്ന് വിശദമായിട്ട് പറയാം. ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന ഉള്ള തുല്യ സംരക്ഷണം എന്നിവ നിഷേധിക്കരുത് എന്നത് ആർട്ടിക്കിൾ 14 പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന 2 പദവികളുണ്ട്. ഒന്ന് രാഷ്ട്രപതി, ഒന്ന് ഗവർണർ. ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവികളാണ് രാഷ്ട്രപതി, ഗവർണർ. കൺഫ്യൂഷൻ ആവരുത്. രാഷ്ട്രപതി, ഗവർണർ എന്നീ പദവികൾക്ക് മാത്രം
ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 15. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ഒന്നുകൂടെ പറയാം. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 15 ആണ്. ഗാന്ധിജിയുടെ സാമൂഹ്യ സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുകയാണ് ഈ അവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ 2 പ്രകാരം യാതൊരു പൗരനും മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അടിസ്ഥാനമാക്കി വിവേചനം നടത്തരുത്. ആർട്ടിക്കിൾ 15 3 പ്രകാരം സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് വിവേചനമായി കണക്കാക്കുന്നില്ല. ആർട്ടിക്കിൾ 15 3 പ്രകാരം സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് വിവേചനമായി കണക്കാക്കുന്നില്ല എന്ന് പ്രസ്താവിക്കുന്നു. ആർട്ടിക്കിൾ 15 4 പ്രകാരം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും പ്രത്യേക പരിഗണന നൽകുന്നത് വിവേചനം അല്ല എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 15 4 ആർട്ടിക്കിൾ 15 5 പറയുന്നത് സാമൂഹ്യമായോ വിദ്യാഭ്യാസപരമായോ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന വിഭാഗങ്ങളിലെ അംഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻഗണന നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 5. ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ 6 പ്രകാരം വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്കക്കാർക്ക് 10% വരെ സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനെ പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 6. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് നിൽക്കണം. കാരണം ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് അവസര സമത്വം. ആർട്ടിക്കിൾ 16 പ്രതിപാദിക്കുന്നത് അവസര സമത്വത്തെക്കുറിച്ചാണ്. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുക എന്നതാണ് ആർട്ടിക്കിൾ 16 പ്രതിപാദിക്കുന്നത്. സമത്വത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന 2 കാര്യങ്ങളാണ് തുല്യ പദവി, അവസര സമത്വം മുതലായവ. അവസര സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ അനുഭവിക്കാൻ കഴിയുക എന്നതാണ് അവസര സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആർട്ടിക്കിൾ 17 പ്രതിപാദിക്കുന്നത് അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വരുന്നത്. 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെ തൊട്ടുകൂടായ്മ നിയമത്തിന് ലഭിച്ച പുതിയ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദി സിവിൽ റൈറ്റ്സ് ആക്ട്. അയിത്തം എന്ന പദം ഭരണഘടനയിലോ ഈ ആക്ടിലോ നിർവചിച്ചിട്ടില്ല. അയിത്തം എന്ന പദം ഭരണഘടനയിൽ നിർവചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിർവചിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ ഉത്തരം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പാസാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 17. ഇനി നമുക്ക് ആർട്ടിക്കിൾ 18 കുറിച്ച് നോക്കാം. സൈനികമോ വിദ്യാഭ്യാസപരമോ ആയവ ഒഴികെ മറ്റേതൊരു ബഹുമതികളും പേരിനോടൊപ്പം ചേർക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് വിലക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 18 സബ്സെക്ഷൻ 1 ആണ്. ആർട്ടിക്കിൾ 18 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 18. ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ഥാനം വഹിക്കുന്ന ഒരു വിദേശിക്ക് പ്രസിഡന്റിന്റെ അനുമതി ഇല്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ ബഹുമതി തന്റെ പേരിനോടൊപ്പം ചേർക്കുവാൻ പാടുള്ളതല്ല. ആർട്ടിക്കിൾ 18 സബ് സെക്ഷൻ 3. ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ ഒരു സ്ഥാനം വഹിക്കുന്ന ഇന്ത്യൻ പൗരനോ വിദേശിയോ ആയ വ്യക്തി പ്രസിഡന്റിന്റെ അനുവാദമില്ലാതെ ഒരു വിദേശ രാജ്യത്തു നിന്നുള്ള പുരസ്കാരങ്ങളോ ഉന്നത പദവികളോ സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18 4.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. അത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. പ്രധാനമായും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 19 ആണ്. ഇനി നമുക്ക് വിശദമായി ആർട്ടിക്കിൾ 19 കുറിച്ച് പഠിക്കാം. മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 19 1A സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം വിശദീകരിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 19 1A. അപ്പോൾ ആർട്ടിക്കിൾ 19 1B എന്താണ് പറയുന്നത്? നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 1B. ആർട്ടിക്കിൾ 19 1C സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 19 1Cയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 2011 97 ഭേദഗതിയിലൂടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും രൂപീകരിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നു. ഇതും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 19 1Cയിലാണ്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 19 1D എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 1D. ആർട്ടിക്കിൾ 19 1E ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 19 1E. ആർട്ടിക്കിൾ 19 1G പ്രകാരം ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 19 1G പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ആർട്ടിക്കിൾ 20 കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 20 എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 20 പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 19 കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 358 പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 20 ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കുവാനോ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യുവാനോ ശിക്ഷിക്കുവാനോ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20 സബ്സെക്ഷൻ 2. നെക്സ്റ്റ് ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 20 സബ്സെക്ഷൻ 3 പ്രകാരം ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളാണ്. ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയിൽ പോലും ഈ അവകാശങ്ങൾ അനുവദിക്കുന്നത് തടയാനാവില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21നെയാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21ന്റെ അടിസ്ഥാനത്തിലാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത്. ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. അതേപോലെ തന്നെ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി
പ്രസ്താവിച്ച, അതായത് വിധി പ്രസ്താവിച്ച കേസ് ഏതാണെന്ന് ചോദിച്ചാൽ KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 2017 KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസ്. ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട മറ്റ് പ്രധാന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിജീവനത്തിനുള്ള അവകാശം, സുരക്ഷിതമായ അഭയസ്ഥാനത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട മറ്റ് പ്രധാന അവകാശങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഒന്നാമത് അതിജീവനത്തിനുള്ള അവകാശം, സുരക്ഷിതമായ അഭയസ്ഥാനത്തിനുള്ള അവകാശം, ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള അവകാശം, അതിവേഗ വിചാരണയ്ക്കുള്ള അവകാശം, ഏകാന്ത തടവ് നിഷേധിക്കുവാനുള്ള അവകാശം, വിദേശ സഞ്ചാരത്തിനുള്ള അവകാശം, നിർബന്ധിത ജോലി എതിർക്കുവാനുള്ള അവകാശം, സർക്കാർ ആശുപത്രികളിൽ യഥാസമയം ചികിത്സ ലഭിക്കുന്നതിനുള്ള അവകാശം. ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അവകാശങ്ങളാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വിവരങ്ങളും വാർത്തകളും അറിയുവാനുള്ള അവകാശം, ഉറങ്ങുവാനുള്ള അവകാശം, കസ്റ്റഡിയിൽ പീഡിപ്പിക്കാതിരിക്കാനുള്ള അവകാശം, ജയിലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുവാനുള്ള അവകാശം. ഇവയെല്ലാം ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 21A മുതൽ നമുക്ക് അടുത്തൊരു ഓഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഇതിന് ഇപ്പോൾ തന്നെ ലെങ്ത് കൂടി. വിശദീകരിച്ച് പറയാതെ രക്ഷയില്ല. കാരണം എവിടെ നിന്നും ചോദ്യങ്ങൾ വന്നേക്കാം. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായി പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ നോട്ടുകൾ ലഭിക്കുവാൻ ടാലന്റ് പ്ലസ് ട്യൂട്ടോറിയൽ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ, സി യു സൂൺ.